1,00,000 രൂപയ്ക്ക് പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ. ഫോണിന് മാത്രമല്ല, ഇനി സ്കൂട്ടറിനും AI. ഹായ് ഗൈസ്, ഇതാണ് ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ E3 Trion C1X. അപ്പോൾ ഇതിന് 3 വേരിയൻസ് ആണുള്ളത്. ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1 lakh ആണ്. മിഡ് വേരിയൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.10 lakhs ആണ്. ടോപ്പ് ആൻഡ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.20 lakhs ആണ്. അപ്പോൾ ഇതിനകത്ത് 2 ബാറ്ററി പാക്കാണ് വരുന്നത് ഓപ്ഷണലായിട്ട്. നമുക്ക് ബേസ് മോഡലിൽ 2.3 കിലോവാട്ടിൻ്റെ LFE ബാറ്ററി, അതുപോലെ ബാക്കി മോഡൽസിൽ 3 കിലോവാട്ടിൻ്റെ LFE ബാറ്ററിയാണ്. അപ്പം ഇതിൻ്റെ റേഞ്ച് വരുന്നത് നമുക്ക് ബേസ് മോഡലിൽ 108 കിലോമീറ്ററാണ്, മിഡ് വേരിയൻറ്റിൽ 128 കിലോമീറ്ററാണ് IDC, അതുപോലെ ടോപ്പ് ആൻഡ് മോഡലിൽ 165 കിലോമീറ്ററാണ് IDC റേഞ്ച് വരുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഓവറോൾ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ തോന്നുന്നത് ഇതിൻ്റെ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. നല്ല പവർഫുള്ളാണ്. അതുപോലെ റൈഡറിനും ഫ്രണ്ടിൽ ഒരു ഫുഡ് പെഗ് കൊടുക്കുന്നുണ്ട്. അത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലെ അതുപോലെ റിയറിലെ വീൽ സൈസ് എന്ന് പറയുന്നത് 14 ഇഞ്ച് സ്റ്റീൽ വീലാണ് വരുന്നത്. നല്ല വലിപ്പമുള്ള വീൽസാണ്. സോ കുറേ കൂടെ കംഫർട്ടബിൾ ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും ഹൈ സ്പീഡിൽ. പിന്നെ 6 കളർ വേരിയൻസ് അവൈലബിൾ ആണ്. അടിപൊളി കളേഴ്സ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ 3 വേരിയൻസിൽ C1, C1X, C2 എന്ന് പറയുന്ന വേരിയൻസ് നോക്കുമ്പം ബേസ് മോഡലിലെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 67 കിലോമീറ്ററാണ്. ടോപ്പ് ആൻഡ് വേർഷനിൽ 82 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ് കൊടുക്കുന്നത്. ബേസ് മോഡലിൽ 2.3 കിലോവാട്ട് ബാറ്ററി പാക്ക് കൊടുക്കുമ്പോൾ ടോപ്പ് ആൻഡ് മോഡലിൽ 3 കിലോവാട്ടാണ് ഫിക്സ്ഡ് ബാറ്ററി. പക്ഷേ ബേസ് മോഡലിൽ റിമൂവബിൾ ആണ്. പിന്നെ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.5 കിലോവാട്ടാണ് മാക്സിമം പവർ. ടോർക്ക് 120 ന്യൂട്ടൺ മീറ്റർ ആണ് ബേസ് മോഡലിൽ. മിഡ് വേരിയൻറ്റിലും സെയിം ആണ്. ടോപ്പ് ആൻഡ് മോഡലിൽ പീക്ക് പവർ എന്ന് പറയുന്നത് 3.5 കിലോവാട്ടാണ്. 145 Nm ആണ് ടോർക്ക് വരുന്നത്. കുറച്ച് പവർ കൂടുതലാണ് C2 മോഡലിൽ, ടോപ്പ് ആൻഡ് മോഡലിൽ. ഈക്കോ അതുപോലെ പവർ എന്ന് പറയുന്ന 2 റൈഡിംഗ് മോഡ്സ് ആണ് ബേസ് മോഡലിലും മിഡ് വേരിയൻറ്റിലും. അതേസമയം ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ ഈക്കോ പവർ സ്പോർട്ട് എന്ന് പറയുന്ന ഒരു മോഡും കൂടെ കൊടുക്കുന്നുണ്ട്. കുറച്ച് പവർഫുൾ ആണ് കമ്പയർ ടു ഓൾ അതർ മോഡൽസ് C2 എന്ന് പറയുന്ന ടോപ്പ് ആൻഡ് മോഡലിൽ. പക്ഷേ റേഞ്ച് അല്പം കുറവാണ്. 128 ആണ് IDC ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ടോപ്പ് ആൻഡ് മോഡലിൽ നമുക്ക് 750 വാട്ട്സിൻ്റെ ചാർജറാണ് തരുന്നത്. അതേസമയം ബേസ് മോഡലിൽ നമുക്ക് ഓപ്ഷണലാണ് 500 അല്ലെങ്കിൽ 750 വാട്ട്സിൻ്റെയാണ്. ബേസ് മോഡലിൽ നമുക്ക് ചാർജിങ് ടൈം പറയുന്നത് 0 to 80% 2 മണിക്കൂറും 30 മിനിറ്റുമാണ്. മിഡ് വേരിയൻറ്റിൽ 3 മണിക്കൂറും 30 മിനിറ്റുമാണ്. ടോപ്പ് ആൻഡ് മോഡലിൽ സെയിം 3 മണിക്കൂറും 30 മിനിറ്റും തന്നെയാണ് 0 to 80% ചാർജിങ് ടൈം പറയുന്നത്. PMSM ഹബ് മോട്ടറാണ് വരുന്നത്. പിന്നെ നമുക്ക് 90/90 ട്യൂബ്ലെസ് ടയേഴ്സാണ് ഫ്രണ്ടിലും ബാക്കിലും എല്ലാ വേരിയൻസിലും വരുന്നത്. ഇതിൻ്റെ ഓവറോൾ സീറ്റ് കംഫർട്ട് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് തോന്നി. നല്ല സോഫ്റ്റാണ്. സിറ്റി റൈഡിന് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ CBS ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. പിന്നെ മീറ്റർ കൺസോളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. 5 ഇഞ്ചിൻ്റെ ഒരു മീറ്റർ കൺസോളാണ്. പിന്നെ 100+ AI ഫീച്ചേഴ്സ് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് സ്കാനിങ്, അത് നമ്മുടെ മോട്ടറിൻ്റെ മറ്റ് കാര്യങ്ങളും ബാറ്ററി അതിൻ്റെ ഒരു അനലറ്റിക്സ് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ 10 സെക്കൻഡിൽ വണ്ടിയുടെ ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്യും എപ്പോഴും നമ്മൾ വണ്ടി ഓൺ ചെയ്യുന്ന സമയത്ത്. അത് AI ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത 8 വർഷം അല്ലെങ്കിൽ 1 lakh കിലോമീറ്റർ വാറണ്ടിയാണ് ബാറ്ററിക്ക് കൊടുക്കുന്നത്. സോ വളരെ നല്ല ഒരു ഫീച്ചറാണത്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു പോരായ്മ ചെറുതായിട്ട് തോന്നിയത് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി അവർ പറയുന്നത് കുറച്ച് കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട്, പക്ഷേ നമുക്കൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് കിട്ടത്തില്ല. കാരണം ഫ്ലാറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഗ്ലൗ ബോക്സ് ഉണ്ട്. പിന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ബാംഗ്ലൂരിൽ കോരമംഗലയിലാണ് ഇവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് സെൻറ്റർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ വൈകാതെ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ 2 മാസത്തിനുള്ളിൽ വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതർ ഗ്രിഡിലൂടെ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ്സിൽ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ചാർജിങ് സെറ്റപ്പ്, ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനും അവൈലബിൾ ആണ്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് ബിൽഡ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ പെയിൻറ്റ് ക്വാളിറ്റി ആണെങ്കിലും മറ്റ് വണ്ടിയുടെ പാർട്സുകളാണെങ്കിലും അത്യാവശ്യം ഡീസൻറ്റ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സോഫ്റ്റ്വെയർ ഫംഗ്ഷൻ പോലെ അവർക്ക് നമ്മളുടെ മൊബൈൽ ഫോൺ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ഡാഷ് ക്യാം പോലെ യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മൊബൈൽ ചാർജിങ് പോർട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഹിൽ ഹോൾഡ് അസിസ്റ്റും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എർഗണോമിക്സ് നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്.
കൂടാതെ ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സീറ്റിൻ്റെ ഹൈറ്റ് അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞവർക്കും ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ ഫുട് ബോർഡിൻ്റെ സ്പേസ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു വിൻഡ് സ്ക്രീനും കൊടുക്കുന്നുണ്ട്. ഓവറോൾ ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വണ്ടി തെറ്റില്ലാത്തൊരു ഡിസൈനും ക്വാളിറ്റിയൊക്കെ ഈ ഒരു പ്രൈസിന് വർത്താണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഒരു വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ എങ്കിലും പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ, ബൈ.